സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 12 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട്. കൂടാതെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. 10 ജില്ലകൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ അതേസമയം മഴക്കെടുതി നേരിടുന്നതിൽ വീഴ്ച പറ്റിയെന്ന പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടെ മുഖ്യമന്ത്രി ഇന്ന് ദുരന്തമുഖത്ത് നേരിട്ടെത്തുകയാണ്. വിശദാംശങ്ങളുമായി അൺഫിൽ ഡിസൂസ ചേരുകയാണ്. അൺഫിൽഡ്, മഴക്കെടുതി സംസ്ഥാനത്ത് രൂക്ഷമാണ്. അതിനിടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിപക്ഷ വിമർശനങ്ങൾ നിരന്തരം ഉന്നയിക്കുന്നുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് പത്തനംതിട്ടയിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? ഐശ്വര്യ, ഇന്ന് സംസ്ഥാനത്ത് മഴക്കെടുതി അല്ലെങ്കിൽ മഴയുടെ ആ മുന്നറിയിപ്പ് മാറി നിൽക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ വന്ന വാർത്താ ബുള്ളറ്റിൻ പ്രകാരം 12 ജില്ല, തിരുവനന്തപുരം, കൊല്ലം ഒഴികെയില്ല, അതായത് പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള മുഴുവൻ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലർട്ട് തന്നെയാണ്. മാത്രമല്ല ഇടവിട്ട് ശക്തമായ മഴ, ഇടിമിന്നലോടുകൂടി മഴ, ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏതൊക്കെ രീതിയിൽ അലർട്ടുകളാണോ ഈ ജില്ലകളിലൊക്കെ ഉണ്ടായിരുന്നത്, അതേ മുന്നറിയിപ്പ്, അതേ ജാഗ്രതയോടുകൂടി കരുതലോടുകൂടി നീങ്ങുക എന്ന് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം ഭരണകൂടങ്ങൾ നൽകുന്ന നിർദ്ദേശം. പ്രത്യേകിച്ച് ഈ മത്സ്യമേഖലകളിലും കടലോര പ്രദേശങ്ങളിലുമൊക്കെ ആ ജാഗ്രത ഇപ്പോഴും നിലനിൽക്കുന്നത്. മത്സ്യബന്ധനത്തിന് ഇപ്പോഴും ആ വിലക്ക് ഇപ്പോഴും തുടരുകയാണ്. ശക്തമായ കടലാക്രമണത്തിനും കാറ്റിനുമൊക്കെയാണ് സാധ്യത കൽപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും അതേ രീതിയിലുള്ള ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നുണ്ട്. കാറ്റിൻ്റെ അതിശക്തമായ രീതിയിലാകും കാറ്റ്. അപ്പോൾ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലൊക്കെ ഉള്ളതിനൊക്കെ കനത്ത ജാഗ്രതാ നിർദ്ദേശവും മുൻകരുതലും ഒക്കെ തന്നെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതേസമയം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെ, അതായത് ഈ സംസ്ഥാനത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ളത്, അവിടങ്ങളിൽ വേണ്ട രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഭരണകൂടം നേരിട്ട് ഇടപെട്ടാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഈ 3 ദിവസവും ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്നത് വ്യാപകമായ വിമർശനമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് തന്നെ മുഖ്യമന്ത്രിയുടെ വിവാദമായ ഹെലികോപ്റ്റർ യാത്രയും വിരുന്നുമൊക്കെ നമുക്കറിയാം വലിയ രീതിയിൽ വിമർശനമൊക്കെ നേരിട്ടതാണ്. അതിന് അദ്ദേഹം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ മറുപടിയൊക്കെ നൽകിയതാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രി ദുരന്ത മേഖലയിൽ എത്തിയിട്ടില്ല, ആ സമയത്ത് അദ്ദേഹം മറ്റ് സ്വകാര്യ ആവശ്യങ്ങൾക്കായിരുന്നു എന്ന വിമർശനമൊക്കെ ശക്തമാകുന്നുണ്ട്. 3 ദിവസത്തിന് ശേഷമാണ് ഈ ദുരന്തമുണ്ടാകുന്നത്. 31 ആ തീയതികളിലൊക്കെയാണ്. അതിനുശേഷം അദ്ദേഹം ഇന്ന് ഇപ്പോൾ 4-ാം തീയതി ആകുമ്പോൾ അദ്ദേഹം അവിടെ എത്തുന്നു എന്നാണ് എടുത്തു പറയേണ്ടത്. ദുരന്ത മേഖലയിൽ അദ്ദേഹം 12 മണിയോടുകൂടി പത്തനംതിട്ടയിൽ എത്തുന്നു. ഏറ്റവും കൂടുതൽ സിവിയർ ആയിരിക്കുന്ന, ഏറ്റവും രൂക്ഷമായ ദുരന്തമുണ്ടായത് പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. അവിടെ ആറന്മുള, കോന്നി ഭാഗങ്ങളിൽ അദ്ദേഹം എത്തും. അപ്പോൾ ഇന്ന് അദ്ദേഹം ആദ്യമായി അവിടെ പത്തനംതിട്ട എത്തുന്നു. അതിനുശേഷം കോട്ടയം, ഇടുക്കി ഭാഗങ്ങളിലൊക്കെ തന്നെ എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആറന്മുള, കോന്നി മേഖലയിലെ ഷെഡ്യൂൾ മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഉച്ചയോടുകൂടി തന്നെ അദ്ദേഹം അവിടെ എത്തുന്നു. ഹെലികോപ്റ്റർ മാർഗം തന്നെയാകും അദ്ദേഹം എത്തുക. അദ്ദേഹത്തിന് വിവാദമായ ഹെലികോപ്റ്റർ യാത്ര ദുരന്ത മേഖലയിൽ എത്തിയില്ല, പകരം സ്വകാര്യ സന്ദർശനത്തിന് എത്തി എന്നുള്ള ശക്തമായ വിമർശനം നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹം ദുരന്ത മേഖലയിൽ നേരിട്ടെത്തുന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെ മന്ത്രിമാരൊക്കെ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയുടെ ചുമതലയുള്ളത് മന്ത്രി PC വിഷ്ണുനാഥിനാണ്. ഒപ്പം തന്നെ റവന്യൂ മന്ത്രി അദ്ദേഹത്തിന്റെ കൂടെ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇന്നലെ അദ്ദേഹം അവലോകന യോഗം വിളിച്ചു ചേർത്തു. റവന്യൂ മന്ത്രി, ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള ദുരന്തവുമായി നേരിട്ട് പ്രവർത്തിക്കുന്ന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുടെ യോഗമൊക്കെ അതിൽ ഉണ്ടായിരുന്നു. അത് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെയും നൽകിയിട്ടുണ്ട്. മാത്രമല്ല നാശനഷ്ടങ്ങളുടെ കണക്കുകളൊക്കെ വരും ദിവസങ്ങൾ മാത്രമേ തിട്ടപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഇന്നലെ അവലോകന യോഗത്തിന് ശേഷമൊക്കെ തന്നെയും ദുരിതത്തിൽപ്പെട്ടവർക്കുള്ള അടിയന്തര സഹായമൊക്കെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് ഇന്നലെ ഔദ്യോഗികമായി ലഭിക്കുന്ന കണക്കനുസരിച്ച് 15 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്, 7 പേരെ കാണാനുമില്ല. ഇതാണ് ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്ന കണക്കുകൾ. അതിനപ്പുറത്തേക്ക് ഇന്ന് ആറന്മുള, പത്തനംതിട്ടയിൽ എത്തുമ്പോൾ അദ്ദേഹം ഉറപ്പായി അവിടെ മാധ്യമങ്ങളെ കാണുകയും മാധ്യമങ്ങളോട് അറിയിപ്പുകൾ നടത്തുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ കണക്കുകൾ, മരണനിരക്കിലും കാണാതായവരുടെ നിരയിലുമൊക്കെ കണക്കുകൾ മാറ്റമുണ്ടാകുമോ എന്നറിയില്ല. അതൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാകും. അതിനപ്പുറത്തേക്ക് ആറന്മുളയിൽ, കോന്നി ഭാഗങ്ങളിലെ ഏറ്റവും ഉയർന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് അവിടുത്തെ മാലിന്യ കൂമ്പാരമായി മാറുന്നു. വെള്ളക്കെട്ടിൽ ഒരു ശമനം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നേരിട്ട് മുഖ്യമന്ത്രി വിലയിരുത്തുമ്പോൾ എന്തൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഇതൊക്കെ അറിയാം കഴിയും. എന്തായാലും ഏറ്റവും ശ്രദ്ധേയമാകുന്നത് മുഖ്യമന്ത്രി ദുരന്തമുഖത്ത് നേരിട്ടെത്തുന്നു എന്ന് തന്നെയാണ്.